ഡാ തടിയ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഡാ തടിയ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ തടിയന്മാരെ മാത്രം വെച്ചിട്ട് വന്ന സിനിമ. ആ സിനിമ വന്നപ്പോ ചേട്ടന് ഒരു പ്രതീക്ഷ വന്നില്ല ഇനി ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. അത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കും. കാരണം വെച്ചാൽ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ ഓടുന്നതാണല്ലോ നമ്മുടെ ഒരു രീതി, മലയാളത്തിന്റെ ഒരു രീതി. അതല്ലേ അങ്ങനെ നോക്കണമെങ്കിൽ എടാ എലുമ്പ എന്നൊരു സിനിമ ഇമ്മീഡിയറ്റ് വരേണ്ടതാണ്. അത് വിജയിക്കുകയും ചെയ്തു. അപ്പം അത് പ്രതീക്ഷ മങ്ങിയിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് ഒരു ആക്ഷൻ അതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഞാനിങ്ങനെ കാതോർക്കുന്നുണ്ട് എവിടെയെങ്കിലും നല്ല ചർച്ച നടക്കണുണ്ടോ എന്നുള്ളത്. ഏതായാലും ആരെങ്കിലും മനസ്സിലില്ലെങ്കിൽ ഇത് കേട്ടിട്ട് ആരെങ്കിലും മനസ്സിൽ അങ്ങനെ വിചാരിച്ചാലോ അതും നല്ലതാ. ചിലപ്പോൾ നിമിത്തമായേക്കാം, അതിനൊരു നിമിത്തമായേക്കാം. അതെ അതെ, നിമിത്തമായേക്കാം. ഒരു പ്രോഗ്രാമിൽ സാർ പറയുകയുണ്ടായി ഭാര്യ താങ്കളുടെ ശത്രുവാണെന്ന്. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞേട്ടാ, അങ്ങനെ പറഞ്ഞു. എന്തത്? അതായത് അവർക്ക് നമ്മൾ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണം, വെളുപ്പിനെ ഉറക്കം കഴിക്കണം. അത് ഷൂട്ടിംഗ് സമയത്തുള്ളത് പോലെയല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിനൊക്കെ തെറ്റിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൈരക്കട. വെളുപ്പിനെ നമ്മൾ എഴുന്നേൽക്കുക, കൃത്യമായിട്ട് ഇച്ചിരി ഉള്ള ശരീരത്തിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കുക എന്ന കാര്യത്തിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ചിട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആകെ ഉള്ള ഒരു ശത്രു അതാണല്ലോ. ഈ ന്യൂ ജനറേഷൻ ഫിലിമും പഴയ ഫിലിമും കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടന് കാണാൻ കൂടുതൽ താല്പര്യം ഏതായിരിക്കും? ന്യൂ ജനറേഷൻ ഫിലിമാണോ അല്ലെങ്കിൽ പഴയ ഫിലിമോ? പഴയ ഫിലിം ആണ് നമ്മൾ കണ്ടു വളർന്നത്. അതൊക്കെ പണ്ട്, അതും ഒരു സമയത്ത് ന്യൂ ജനറേഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഇങ്ങനെ ഓരോ തലമുറ മാറി മാറി വരുമ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ സിനിമ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പക്ഷേ ആ ന്യൂ ജനറേഷൻ സിനിമ കാണാൻ ഇഷ്ടം. ഇപ്പോഴത്തെ കാണാൻ ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ പലതും കാണാൻ നിന്ന് തരുന്നില്ല. നമ്മൾ ഈ പേരൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേ അത് പോയി കഴിയും. അപ്പൊ വിജയിക്കുന്ന സിനിമകളുടെ എണ്ണം കുറവാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ ഫിലിമിലേക്ക് അഭിനയിക്കാത്തതുമല്ല, അഭിനയിക്കാൻ അതിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് പുതിയ പുതിയ ആൾക്കാർ വരികയല്ലേ, പുതിയ ആശയങ്ങളും. അപ്പൊ അവർക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയനാവാൻ നമ്മളെ കൊണ്ട് നിർത്തുന്ന ബുദ്ധിമുട്ടുണ്ടാവും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ നമ്മളുടെ അത്രയും അഭിനയം വേണ്ടായിരിക്കും. അഭിനയത്തിന്റെ ചാൻസ് പലപ്പോഴും കുറവല്ലേ. സ്പീഡായിട്ട് ഡയലോഗ്, സ്പീഡ്, ഫാസ്റ്റ് കട്ടിങ്, ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ശല്യമാവണ്ട വിചാരിച്ചിട്ട് അവര് നമുക്ക് വിശദമായിട്ട് അഭിനയിക്കണമല്ലോ അല്ലേ. നമുക്ക് അതല്ലല്ലോ, നമുക്ക് ഇച്ചിരി സമയമൊക്കെ എടുത്ത് വിശദമായിട്ട് ഒന്ന് എണ്ണയൊക്കെ തേച്ച് വീട്ടിൽ കുളിക്കും പോലെ. അതെ, അതിനുള്ള സമയം കിട്ടില്ല. ചേട്ടാ, ഈ വിധേയ എന്ന് പറഞ്ഞ സിനിമയിൽ ഗോകുമാർ സാർ ഇതുപോലെ അച്ഛനുറങ്ങാത്ത വീട്ടിൽ സലിംകുമാരട്ടൻ ചെയ്ത പോലത്തെ ഒരു ശക്തമായ കഥാപാത്രങ്ങൾ ചേട്ടനെ തേടി വരാത്തത് പുതിയ ഡയറക്ടർമാർക്ക് ചേട്ടനോടുള്ള ഒരു വിശ്വാസക്കുറവ് കാരണമാണ്? അല്ല, അവരുടെ അടുത്ത് അത്ര വിശ്വാസം ഇല്ലായിരുന്നതുകൊണ്ടാണ്. നിങ്ങളെ കൊണ്ട് താങ്ങുമോ എന്നറിയാൻ വേണ്ടി കൊടുത്തതാ. എന്നിൽ വിശ്വാസമാണ്, ചെയ്യുമെന്ന് അറിയാം. അതെ, അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ തരാത്ത. അപ്പൊ നമ്മൾ ചില പാട്ടുകളൊക്കെ ചില പിള്ളേരെ അടുത്ത് ഒരു പാട്ട് പാടാൻ അറിയാവുന്നവരും ഇല്ലാത്തവരും ഇരിക്കുമ്പോൾ നമ്മൾ ചില ഇന്റർവ്യൂവിനൊക്കെ പറയൂലേ, അയാൾ പാടും, അയാൾ പാടിച്ചു നോക്കണ്ട അതിന്റെ ആവശ്യമില്ല, മറ്റ് പഠിച്ചു നോക്കാം. അങ്ങനെ നോക്കിയതാണ്. അങ്ങനെ അവരുടെ ഒരു സംശയം ഉണ്ടായിരുന്നോണ്ട് ജയിച്ചതാ. അഭിനയിക്കുമെന്നുള്ള സംശയമുള്ള. പിന്നെ തന്നെയല്ല, ഞാൻ ഇനി നിൽക്കുമല്ലേ. അതെ, നമ്മളിവിടെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഇനി ന്യൂ ജനറേഷൻകാർക്ക് സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിക്കാം. തയ്യൽക്കടയിൽ എന്ന സമയത്ത് താങ്കളെ നാടകം കാണാൻ പോയതിന് മുതലാളി പുറത്താക്കുന്ന സംഭവം കേട്ടിരുന്നു. അത് കഴിഞ്ഞ സിനിമയിൽ കയറിയ ശേഷം താങ്കൾ ആ മുതലാളി വീണ്ടും കണ്ടിട്ടുണ്ട്, മാഷയെ കണ്ടിട്ടുണ്ട്. കാരണം തയ്യൽക്കടയിൽ പോയി തയ്യലും വിട്ടേച്ച് അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊന്ന് വഴക്കുണ്ടാകും. എന്തായാലും അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. മാഷ തയ്യൽ വിടും. അപ്പൊ അതിന് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മളെ പുറത്താക്കുക എന്നുള്ളതാണ്. അങ്ങനെ പലപ്പോഴും അവരുടെ ജോലിക്ക് തടസ്സമായിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ വഴി, അതൊക്കെ നന്നായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചത്. പക്ഷെ പിന്നീട് കണ്ടിട്ടുണ്ട്, സ്നേഹമായിട്ട് പിന്നെ കാണാറുണ്ട്. സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. അതിനുവേണ്ടി അടുത്ത് നിന്നു കൊടുത്തില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പുറകെ പാടി നടന്നിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. അങ്ങനെ പാടി അധികം നടക്കുന്നതിന് മുൻപ് അവരുടെ മറുപടി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ മറുപടി? ഒരിക്കൽ നമ്മൾ കുഞ്ഞു നാടകം കളിക്കുന്ന സമയല്ലേ, അങ്ങനെ ഒരു അനുരാഗമൊക്കെ തോന്നിയിട്ട് ഒരു കുട്ടിയെടുത്ത് ഇങ്ങനെ പാടി, പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. അത്
പാടി. വാണിച്ച് ചിരിച്ച് കേട്ടിട്ട് അങ്ങ് പോയി. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇതേപോലെ വരുമ്പോ അതേ തന്നെ അന്ന് കണ്ടതുപോലെ തന്നെ അവര് തുണി അലക്കി നിൽക്കുവാണ്. അപ്പോഴും ഞാൻ പാടി, പാവാട പ്രായത്തിൽ പാടി 2 വരി പാടിയപ്പോഴും തിരിച്ചു മറുപടി കിട്ടി. എങ്ങനെ മറുപടി? ലെറ്റർ ആയിട്ടാ? അല്ലല്ല, അവരും അതുപോലെ കാവ്യാത്മകമായിട്ട് തന്നെ. പാട്ട് പാടി അവര്? ഏത് പാട്ട് പാടിയ? മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു. അതും ഉറക്കെ ഓടി തള്ളിക്കൊണ്ട്. തിരിച്ച് അന്താക്ഷരി പോലെ ഇപ്പുറത്തേക്ക് പാടിയല്ലേ? എല്ലാം മനസ്സിലായി അതോടി. ഞാനന്ന് അടുത്ത ദിവസം മുഴുവനും പാടാൻ വേണ്ടി ബാക്കി വരിയും പഠിച്ചോണ്ട് വന്നതാ. പക്ഷെ ഈ 2 വരി കേട്ടപ്പോ തന്നെ 2 വരി തൃപ്തിയായി ഗോപി കേട്ടാ അല്ലേ? ഈശ്വര, ഇവൾ എന്നെങ്കിലും എന്റെ നായികയാകണേ എന്ന് മനസ്സുരുകി ഏതെങ്കിലും നായിക കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എത്രയാണോ? എത്ര നായികമാരാ. ഓരോ പുതിയ പുതിയ കുട്ടികൾ വരുമ്പോഴത്തേക്കും നമ്മളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവള് കൊള്ളാം, നന്നായിരുന്നു, ആ കുട്ടിക്ക് ഒരുപാട് കവറേജ് കിട്ടുന്നു, അത് മലയാളവും അടുത്ത് തമിഴിലും തെലുങ്കിലും ഒക്കെ ആയി പോകുന്നു, അപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും ഞാൻ വീണ്ടും ഓരോ നായിക വരുമ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഇത് എന്റെ നായികയായി വരണേന്ന്. പക്ഷെ അപ്പൊ അതിന്റെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാല് ഈ ലേഡീസ് ഫസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അത് ദൈവത്തിന്, നമ്മളുടെ ഇടയിൽ മാത്രമല്ല, ദൈവത്തിനെ സംബന്ധിച്ചും പെണ്ണുങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. കാരണം ഈ അഭിനയിക്കാൻ വരുന്ന ഈ ഓരോ നായികയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവമേ ഇച്ചി മെനയുള്ള ഇടത്തന്നെ എനിക്ക് നായകനായിട്ട് കിട്ടണേന്ന്. അപ്പൊ പിന്നെ അത് പരിഗണിച്ച് കഴിയുമ്പോൾ പിന്നെ എന്റത് ഒരിക്കലും ചാൻസ് ഇല്ലല്ലോ. അങ്ങനെ അത് കിട്ടാണ്ട് പോവുകയാണ്. എങ്കിലും നമ്മള് ഇതിന് മാറ്റം വന്നേക്കാം. നമസ്കാരം ഇന്ദ്രൻ ചേട്ടാ. ചേട്ടൻ ഹ്യൂമർ താരമായിട്ടാണ് മലയാള സിനിമയിൽ കടന്നു വന്നത്. അതിനുശേഷം കഥാവിശേഷത്തിന് ശേഷം ചേട്ടന് ശക്തമായ ഒരു നല്ല കഥാപാത്രത്തെ കിട്ടിയില്ല. ഇതിൽ ചില സംഘടനാപരമായ ശക്തികളുടെ സ്വാധീനമുണ്ടോ ചേട്ടാ? മലയാള സിനിമാ സംവിധായകർ ഇന്ദ്രൻസ് ചേട്ടന്റെ കഴിവിനെ വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് അവരുടെ ജോലിയല്ലല്ലോ. എന്ത് എങ്ങനെ നമ്മളെ വേണ്ട വിധം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മള് കണ്ടുപിടിക്കുക, നമ്മളും ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ അതിനെല്ലാം ഒത്തണങ്ങി വരണ്ടേ? അല്ല, ഞാൻ ചോദിച്ചിട്ട്, ഈ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പുറകെ നടന്ന് ചാൻസ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ ഇയാൾ ആ സമയത്തൊന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഇയാൾക്കൊരു വേഷം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് കോൺടാക്ട് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞിട്ട് പലരും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പണി ഒഴിവാക്കാൻ പറ്റാതിരുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ശ്രമിച്ചു വന്നതല്ലേ. അതുകൊണ്ട് ആ അനുഭവങ്ങളില്ല. പക്ഷെ ഈ പറഞ്ഞ സത്യമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ? പലപ്പോഴും പല ഡയറക്ടർക്ക് ഇഷ്ടമുള്ള ഒരുത്തിലുണ്ടാവും, പക്ഷെ മറന്നുപോകും, അതിന് വിളിക്കാഞ്ഞിട്ടോ. അപ്പൊ ശരിക്ക് സിനിമയിൽ അത്യാവശ്യം ബിസി ആയതിനു ശേഷവും ഇതുപോലെ നടന്മാരും പാട്ടുകാരും എല്ലാം ഒരു സിനിമ തുടങ്ങുമ്പോൾ സംവിധായകരെ വിളിച്ച് എനിക്ക് വേഷം, ആ പടത്തിൽ എന്താണെങ്കിലും എനിക്ക് വേഷം വേണം, അല്ലെങ്കിൽ എനിക്ക് ആ പടത്തിലൊരു പാട്ട് വേണമെന്ന് വളരെ പ്രശസ്തരായിട്ടുള്ളവർ പോലും വിളിക്കാറുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചേട്ടന് അങ്ങനെയുള്ള ആ കാര്യത്തിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇപ്പൊ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒത്തിരി ജനകീയരായിട്ടുള്ള നല്ല ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് നല്ല സൗഹൃദമാണല്ലോ. അവര് മോശമായിട്ട് തോന്നാത്തത്ര ബന്ധമുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കും, സാർ എന്നെ അടുത്തല്ല ഞാനില്ലേ, എനിക്കെന്ത് ക്യാരക്ടറാണ് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അത് ആ പടം നിൽക്കുമെന്നും അത് നിൽക്കുന്നെങ്കിലേ ആർട്ടിസ്റ്റിന് ഗുണമുള്ളൂവെന്നും ഈ പാട്ടുകാർക്കായാലും മ്യൂസിക് ഡയറക്ടർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ടെക്നീഷ്യന്മാരും അല്ലാതെ ചോദിക്കും, സാർ അടുത്തതിൽ ഞാനും ചോദിച്ചിട്ടുണ്ട് പത്മനാഭ സാറിന്റെ ഒക്കെ, സാർ അടുത്ത് നമുക്ക് എപ്പോഴാണ് സാർ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും എപ്പോഴാണ് അത് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടൊന്നാണ്. അങ്ങനെ ഓരോ പടം കഴിയുമ്പോൾ ചോദിക്കും, എന്ത് വേറെ പടം സാറിന് തടസ്സം ഉണ്ടാവാതിരിക്കാനും, പിന്നെ അതിനുള്ളിൽ സാറ് അടുത്തിൽ വേറെ ആരെങ്കിലും വെച്ചുകളയോ എന്നുള്ളൊരു അങ്കലാപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഓരോ പ്രോജക്റ്റ് തന്നെ അവരും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, വിശ്വസിക്കുന്നവരെ വെച്ചിട്ട്. അതെ, നമുക്ക് അടുത്ത പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് എന്തെങ്കിലും പടങ്ങൾ പ്രശ്നമായി കഴിയുമ്പോൾ ഇപ്പൊ ഭാര്യയുടെ മുമ്പിൽ പാടാനായിട്ട് ഒരിക്കലും ഭാര്യയുടെ മുമ്പിൽ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ റിയാക്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളൊരു ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്ന പേടിയുള്ളൊരു പാട്ട്, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഇത്
പാടും പേടിയാ. എന്താ അത് പാടിയ അവരെ കളിയാക്കണമെന്ന് വിചാരിക്കും. അവർക്ക് സൗന്ദര്യം കുറവാണ്, എന്നെ പരിഹസിക്കുകയാണ് എന്നൊരു തോന്നൽ വരണേക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ശരിക്കും വൈഫിനേക്കാൾ സൗന്ദര്യം ചേട്ടന് കൂടുതലാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? അങ്ങനെ വിശ്വാസം അതിന്റെ പേരിൽ ചെറിയ അഹങ്കാരവും ഉണ്ട്. വൈഫിന്റെ മുമ്പിൽ ഞാൻ കമലഹാസനാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ? കമലഹാസന്റെ ഒക്കെ പടം തന്നെ ഞാൻ ഒഴിവാക്കും പതൊക്കെ. ഞാൻ തെറ്റി ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ചെന്ന് അവിടെ നിൽക്കുന്നില്ലേ. കമലഹാസന്റെ പടം വീട്ടിൽ നിന്ന് ഒഴിവാക്കും. ഇച്ചിരി തണിമിടുക്കുള്ളവരെയൊക്കെ പടം ഞാൻ വീട്ടിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെയുള്ള ഒരു ടി വിയിൽ വന്ന പോലും നമ്മൾ പെട്ടെന്ന് അത് വേറെ വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി പോയി കളയും.